സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടനെ കാണാനായിട്ട് സാധിച്ചില്ല. ഞാനേ ചേട്ടൻ ഇന്ന് ഇവിടെ വരുമെന്നും ചേട്ടൻ ഒരു സാധനം കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതൊന്ന് ചേട്ടൻ കണ്ടിട്ട് ഇതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ? ബ്രൈറ്റ്നെസ് ഉണ്ട്. എന്തായിരുന്നു ഈ കാര്യമായ ഡിസ്കഷൻ? കാരണം ഇത് നമുക്ക് പ്രേക്ഷകർക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം. നമ്മളുടെ അമ്മയുടെ പരിപാടിക്ക് വന്നപ്പം ചേട്ടനും നമ്മുടെ ലാലേട്ടനും കൂടെ ഭയങ്കര കാര്യമായൊരു ഡിസ്കഷൻ കഴിഞ്ഞ് അങ്ങ് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനിയിപ്പം D3 വരാൻ പോവാണ്, ദൃശ്യം 3. അതിനെക്കുറിച്ചായിരുന്നോ ചർച്ച? അല്ല, അതിനെക്കുറിച്ചല്ല. അതിപ്പം ഞങ്ങൾ എപ്പോഴും കാണുമ്പം സൗഹൃദം, എല്ലാവരോടും ലാലേട്ടൻ പെരുമാറുന്നത് ഇങ്ങനെ തന്നെയാണ്. കാര്യം അമ്മയിലുള്ള എല്ലാവരോടും ലാലേട്ടൻ ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് നമ്മളോടൊരു പൊടിക്ക് ഇഷ്ടം കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ പിന്നെ നമുക്ക് ലാലേട്ടനെ കാണുക, മമ്മൂക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ കണ്ടാലും മതിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം ഞാനും കേട്ടു. എൻ്റെ ചേട്ടച്ചാർ ഉണ്ട് ബേറിൽ. അപ്പോൾ അച്ഛനെ വിളിച്ച് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടോ അതിൻ്റെ അടിയിൽ, നീ ദൃശ്യം 3 എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ ഉണ്ടാവും. ഇല്ല, ദൈവത്തിനാണ് ഈ നിമിഷം വരെ നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവമേ, ചേട്ടൻ ദൈവത്തിനാണെന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നത്. അല്ല, നമ്മളത് നമുക്ക് അവരുടെ ഭാഗത്തു നിന്നൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു അറിയിപ്പ് വന്നാലേ നമുക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. കാരണം എനിക്കൊരു ലൈഫ് വന്ന സിനിമയാണ് ദൃശ്യം. ലൈഫ് വന്നൊരു ഡയറക്ടറാണ്. നിന്നിരുന്നെങ്കിൽ അല്ലെ, നമ്മൾ പറയില്ലേ ഒരുപാട് സ്നേഹം തോന്നിയിട്ടുള്ള കലാകാരന്മാർ. കാരണം നിങ്ങളൊക്കെ ഭയങ്കര നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ കണ്ട് സ്നേഹിച്ചിട്ടുള്ള ആൾക്കാര് ഇത്രയും ക്രൂരനായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ വന്നിരുന്നെങ്കിൽ ഒറ്റ അടി കൊടുക്കായിരുന്നു ഞാൻ പല കമന്റുകളിലും വായിച്ചിട്ടുണ്ട്. ചുമ്മാ പറയുന്നതാണ്. ചേട്ടൻ ഇപ്പൊ തന്നെ പറഞ്ഞു ലൈഫിലൊരു വലിയ മാറ്റം കൊണ്ടുവന്നൊരു സിനിമയാണ്. അപ്പം എങ്ങനെയാണ് അതിനോട് കടപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഓരോ നിമിഷവും നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളോട് ഓരോരുത്തരും വന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും എല്ലാം നമ്മൾ മനസ്സിൽ ഓർക്കുന്നൊരു സിനിമയാണ് ദൃശ്യം. അതാണ് മലയാളികളുടെ മുന്നിൽ എന്നെ എടുത്തു നിർത്തിയിരിക്കുന്ന ഒരു സിനിമ. ആ സംവിധായകനോട് എന്നും കടപ്പാടും ഉണ്ടാവും, സ്നേഹവും നന്ദിയൊക്കെ ഉണ്ടാവും. ഒപ്പം ലാലേട്ടനോടും ആന്റണി ചേട്ടനോടും ആശീർവാദം എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷനോടും ഒക്കെ. എന്തായാലും ദൃശ്യം 3 ഉണ്ടാവട്ടെ. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ചേട്ടാ, ചേട്ടൻ എത്ര വർഷമായി നമ്മുടെ മെമ്പറായിട്ട്? കുറേ അധികം വർഷങ്ങളായി. ഇപ്പൊ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനാണ് ഇതിന്റെ ജനറൽ സെക്രട്ടറി. ഞാൻ സെക്രട്ടറി ആവശ്യിക്കുകയാണ് പ്രസിഡന്റ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പം എല്ലാ കലാകാരന്മാരെ പോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഈ സംഘടനയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പരിധി വരെ ഒരു കൈത്താങ്ങാവുക അല്ലെങ്കിൽ ഒരു സഹായമാകുവാൻ, അവരുടെ കുടുംബത്തിനൊരു സഹായമാകുവാനൊക്കെ നമ്മുടെ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് വലിയൊരു അഭിമാനമായിട്ട്, വലിയ ചാരിതാർത്ഥ്യമായിട്ട് മനസ്സിലുള്ളതും. അത് ഞാൻ മാത്രമല്ല അതിന് കാരണക്കാരൻ, എന്നോടൊപ്പമുള്ള പ്രസിഡന്റിന് ആവശ്യിക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതിന് കാരണക്കാരാണ്. അവരാൽ കഴിയുന്ന വിധം ഓരോ ദിവസവും സംഘടനയ്ക്ക് വേണ്ടി എന്തൊക്കെ, സംഘടനയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഓരോരുത്തരും. അതിൻ്റെ ഒരു ഫലമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് ഗംഭീരമായിട്ടുള്ളൊരു ആനുവൽ ജനറൽ ബോഡിയാണ് ഈ വർഷം നടക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ചേട്ടൻ ഇപ്പം ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അറിയാൻ തിരക്കുകളുണ്ടെന്ന്. ഈ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ചേട്ടൻ ആദ്യമായിട്ട് ചെയ്ത മിമിക്രി അല്ലെങ്കിൽ എന്താണ്, അതൊരു ഓർമ്മയുണ്ടോ? ഞാൻ കുറച്ചു മുമ്പ് ഒരാളോട് പറഞ്ഞു, ആദ്യമായിട്ട് ഞാൻ ചെയ്ത NN പിള്ള സാറിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അന്നത് പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. പിന്നെ അന്ന് ഈ നമ്മുടെ ഗോഡ് ഫാദർ സിനിമയൊക്കെ ഇറങ്ങി സൂപ്പർ ഹിറ്റ് അടിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ മറക്കണോ, എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈയിടിയ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ, ഞാൻ കോട്ടയംകാരനാണ്, അപ്പോൾ കോട്ടയത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവതരിപ്പിച്ചു. എൻ്റെ ചേട്ടനാണ് എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്ന് ഷിച്ചാൻ. അപ്പോൾ അങ്ങനെ അത് അവതരിപ്പിച്ച് അങ്ങനെ കിട്ടിയൊരു കൈഡിയാണ് ഇന്ന് ഇവിടം വരെ ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അഭിമാനത്തോടെ. ഞാൻ അതൊന്ന് അവതരിപ്പിക്കാവോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് അത് ഭയങ്കര രസമായിട്ട് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പം നേരത്തെ വിഷ് ചെയ്ത പോലെ തന്നെ D3 ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവട്ടെ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.